തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. ഇന്നലെ രാത്രി പെയ്ത മഴയിൽ ദേശീയപാത കാച്ചടിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പുതുതായി നിർമ്മിച്ച ദേശീയപാതയിലും സർവീസ് റോഡിലുമാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ഇത് പല വാഹനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കി. റോഡിലെ വെള്ളം ഒഴുകിപ്പോകുന്നതിന് മതിയായ സംവിധാനം ഇല്ലാത്തതാണ് വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമെന്നാണ് പറയപ്പെടുന്നത്. ഒരു മഴയ്ക്ക് തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനാൽ മഴക്കാലത്ത് ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം ഏറെ ആശങ്കയായിരിക്കുമെന്നാണ് വാഹനയാത്രികർ പറയുന്നത്. ഇതാണ് ഹൈവേൻ്റെ സ്ഥിതി കേട്ടോ. ഒരു അരമഴ പെയ്തപ്പോഴത്തിനുള്ള അവസ്ഥയാണ്. കുറച്ച് വണ്ടികളൊക്കെ തുഴഞ്ഞാണ് പോകുന്നത്. ഇവിടെ ഒരു സംഗതി വെച്ചിട്ടുണ്ട്, അതുപോലെ ഇവിടെ വെള്ളം ഒഴുകുന്നുണ്ട്. അതുകൊണ്ടൊന്നും വെള്ളത്തിനുള്ളൊരു പരിഹാരമില്ല. വണ്ടികൾ അരിച്ചരിച്ചാണ് പോകുന്നത്. കടലിൽ തിര കളിക്കണ പോലെയാണ്. പൊട്ടുമ്പോൾ തിര അടിക്കും. ആ സൈഡിലുള്ള വെള്ളം എത്ര എന്നുള്ള കാണാൻ കഴിയുന്നില്ല. വണ്ടികളൊക്കെ നല്ല അരിച്ചരിച്ചാണ് പോകുന്നത്. ആഹാ, എന്ത് നല്ല വികസനമായ റോഡ്. ഒരു ഐഡിയ ഇല്ലാതെയാണ് റോഡുണ്ടെങ്കിൽ. ഇവിടത്തെ വെള്ളം കണ്ടെയ്ൻമെൻറ്റ് തീരുമാനം അല്ലേ? അതിന്നൊരു വണ്ടി വരുന്നുണ്ട്. പുറപ്പെട്ടിട്ട് അരമണിക്കൂറേക്കാണ്, ഇങ്ങോട്ട് എത്തിക്കിട്ടുന്നില്ല. ഒരു വണ്ടി തിരിച്ചു പോകുന്നു. ഇത്രയും മഴ സീസൺ കഴിഞ്ഞിട്ടും ഇതുവരെ ഇത് പരിഹരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവിടെ നമുക്ക് വണ്ടി തിരിച്ചു പോകുന്നു. വലിയ വണ്ടിയാണ് റോഡ്. വലിയ വണ്ടിൻ്റെ നെരിയാണിക്കുള്ളൂ, മറ്റേ വണ്ടീൻ്റെ മുട്ടുണ്ട്. ഇതൊന്നും ഉണ്ടാക്കും.
വെള്ളം പോലെ പറ്റുള്ളൂ. സ്പീഡ് പോകുമ്പോൾ വെള്ളം തട്ടുന്നുണ്ട്.